കെ.സി. വേണുഗോപാലിന്റെ രാജ്യസഭാ സീറ്റ് വിഷയത്തിൽ പച്ചക്കള്ളം പറഞ്ഞ കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ. രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് നിലനിർത്താനുള്ള അംഗബലം ഇപ്പോഴും കോൺഗ്രസിനുണ്ടെന്ന് സുധാകരൻ പറയുന്നു. രാജ്യസഭയിലെ മാറ്റങ്ങൾ സ്വാഭാവികമെന്ന ന്യായീകരണവുമായി വി.ഡി. സതീശനും രംഗത്ത് വന്നു. രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിൽ അംഗമായ കെ.സി. വേണുഗോപാലാണ് ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി. വേണുഗോപാൽ ജയിച്ചാൽ രാജ്യസഭാ അംഗത്വം രാജിവെക്കണം. രാജസ്ഥാനിൽ കോൺഗ്രസിന് അധികാരം നഷ്ടമായി. അവിടെ നിലവിൽ ഭരിക്കുന്നത് BJPയും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇനി രാജ്യസഭയിൽ ഒരു അംഗത്തിനെ വിജയിപ്പിക്കാനുമാകില്ല. പക്ഷേ ഇത് മറച്ചുവെച്ചാണ് കെ. സുധാകരന്റെ പ്രതികരണം. കോൺഗ്രസിന്റെ വോട്ടിന്റെ ശതമാനം അനുസരിച്ചല്ലേ ഈ രാജ്യസഭ നമുക്ക് കിട്ടിയത്. സീറ്റ് നഷ്ടപ്പെടുകയൊന്നുമില്ല. സീറ്റ് നഷ്ടപ്പെട്ടെങ്കിൽ മൊത്തം നേരത്തെ ഉണ്ടായിരുന്ന സീറ്റ് മൊത്തം പോകണം, നഷ്ടപ്പെടണം. നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. നമ്മുടെ സീറ്റ് നമുക്ക് അവിടെ ഉണ്ട്. ആ സീറ്റ് വെച്ച് നമ്മളെ വേണുവിൻ്റെ സീറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാലോ. വിഷയത്തിൽ വി.ഡി. സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും ന്യായീകരണം ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ നോക്കുന്നത് എന്താ, ഇന്ത്യയിലെ ലോകസഭയിൽ കോൺഗ്രസ് അംഗങ്ങളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിക്കുക, മനസ്സിലായില്ലേ? അതുകൊണ്ട് ചിലപ്പോൾ MLA മത്സരിക്കും, അതുകൊണ്ട് ചിലപ്പോൾ രാജ്യസഭാ അംഗങ്ങൾ മത്സരിക്കും, പ്രധാനപ്പെട്ട ആളുകൾ മത്സരിക്കും. അല്ല, അതൊക്കെ രാജ്യസഭയിലൊക്കെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുമ്പോൾ അതിൽ വ്യത്യാസം വരുമല്ലോ. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായതുകൊണ്ട് കെ.സി. വേണുഗോപാൽ ഇവിടെ നിന്ന് ജയിച്ചാൽ ഒരു രാജ്യസഭ നഷ്ടപ്പെടുമെന്ന്. ഇപ്പോൾ ഇന്ത്യക്ക് ആവശ്യം രാജ്യസഭയല്ല, ലോക്സഭാ മെമ്പർമാരെയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേസമയം പാർലമെന്റിലെ കോൺഗ്രസ് എംപിമാരുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന കെ. സുധാകരന്റെ കുറ്റസമ്മതവും പുതിയ വിവാദത്തിന് വഴിവെച്ചു. നമുക്ക് പാർലമെന്റിൽ നല്ല കരുത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിന് അനിവാര്യമാണ്. ഇന്ത്യൻ പാർലമെന്റിൽ നമുക്കൊരു പ്രതിപക്ഷം എന്ന നിലക്ക് വേണ്ടത്ര കരുത്ത് കാണിക്കാൻ സാധിക്കാറില്ല. കാരണം അതിനുള്ള നേതൃത്വം അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നേതൃത്വം ആവശ്യമാണ്. ആ വേണു അതിന് പ്രാപ്തനാണ്. അതുകൊണ്ട് തന്നെ ആ വേണു പാർലമെന്റിൽ വേണം. അത് ഞങ്ങളെല്ലാവരുടെയും ആവശ്യമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.